ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ കേരളത്തിനുള്ളിൽ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വെളിയിൽ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നിലവിലുള്ള ഏവിയേഷൻ കോഴ്സുകളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ടെക്നിക്കൽ കോഴ്സുകളെന്നും ഒന്ന് നോൺ ടെക്നിക്കൽ കോഴ്സുകളെന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇതിൽ ടെക്നിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പൈലറ്റ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ, അത്തരത്തിലുള്ള ജോബുകൾക്ക് പറ്റുന്ന കോഴ്സുകൾ നമുക്ക് ടെക്നിക്കൽ കോഴ്സുകളെന്നും, അതല്ലാതെ നമുക്ക് ഗ്രൗണ്ട് ഓപ്പറേഷൻ, കസ്റ്റമർ ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ എയർപോർട്ട് മാനേജർ, അത്തരത്തിലുള്ള ഇതിലോട്ട് വരുന്നതിനെ നോൺ ടെക്നിക്കലായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇതിൽ നോൺ ടെക്നിക്കലിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നോൺ ടെക്നിക്കലിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കോഴ്സുകളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത്, അതായത് ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത് 6 months to 1 year വരുന്ന ഡിപ്ലോമ പ്രോഗ്രാം. ഇത് പ്രധാനമായിട്ടും അയാട്ട പോലുള്ള സംഘടനകളാണ് ഇത്തരത്തിലുള്ള കൂടുതൽ നല്ല കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ വരുന്നത് ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. 3 year വരുന്ന ഡിഗ്രി പ്രോഗ്രാംസ്. ഇതിൽ BBA ഏവിയേഷൻ വരുന്നുണ്ട്, BBA വിത്ത് ഏവിയേഷൻ വരുന്നുണ്ട്, BCom വരുന്നുണ്ട്, BCom വിത്ത് ഏവിയേഷൻ, അങ്ങനെ കുറച്ച് ഇത് വരുന്നത്. അതാണ് ഈ ഡിഗ്രി പ്രോഗ്രാമായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഏവിയേഷൻ കോഴ്സുകളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നിങ്ങളിപ്പോൾ സയൻസ് പഠിച്ച ഒരാളാണ്, +2 അതല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഏതൊരു സബ്ജക്റ്റ് പഠിച്ച ഒരാൾക്കും ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനും അത് പഠിക്കാനും പറ്റും എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ടൊരു 6 months അതല്ലെങ്കിൽ 1 year ഒരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്തിട്ട് ഈ ഒരു നല്ല എയർലൈൻസിൽ ജോബ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല. കാരണം എല്ലാ എയർലൈൻസും ഇപ്പോൾ അവരുടെ ബേസിക് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഒരു ഡിഗ്രി ഉണ്ട് എന്നാണ്. ഒരു ഡിഗ്രി പ്ലസ് ഒരു ഡിപ്ലോമ പ്രോഗ്രാം, ഏവിയേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ +2 ശേഷം ഒരു BB ഏവിയേഷൻ പോലുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാമും ചെയ്യേണ്ടതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. അതല്ലാതെ ചില ആളുകൾ പണ്ടൊക്കെ ആണെങ്കിൽ +2 ശേഷം ഈ പറയുന്ന 1 year അല്ലെങ്കിൽ 6 month പ്രോഗ്രാം, ഡിപ്ലോമ പ്രോഗ്രാം ചെയ്തിട്ട് ജോലിക്ക് കയറുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ അത് നടപടിയാവുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്കിത് കേരളത്തിൽ പഠിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ 14 ജില്ലകളിൽ ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആണ്. അവർ ഡിപ്ലോമ, ഡിഗ്രി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ഉണ്ട്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ BB ഏവിയേഷൻ പോലെയല്ല, നോർമൽ ഏതെങ്കിലും ഒരു റെഗുലർ ഡിഗ്രി ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ഡിപ്ലോമ എടുക്കാവുന്നതാണ്. അത് കൂടുതൽ അയാട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ലാതെയും ഒരുപാട് ഇത് വരുന്നുണ്ട്. അതിൽ നിന്ന് 6 months 1 year ഇതെടുക്കാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് അവർ പഠിപ്പിച്ച് കാര്യങ്ങൾ തരുകയും ചെയ്യും. നിങ്ങൾക്ക് ഡിഗ്രി, റെഗുലർ ഡിഗ്രി ഉണ്ട്, പ്ലസ് ഒരു ഏവിയേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഡിപ്ലോമ ഉള്ളതുകൊണ്ടും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എയർലൈനിൽ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ജോബ് കിട്ടുന്നതും ആണ്. വളരെ കുറഞ്ഞ കോഴ്സ് ഫീയിൽ തന്നെ നമുക്കൊരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. എന്നാൽ മറിച്ച് നിങ്ങളിപ്പോൾ കേരളത്തിലെ ഒരു ഡിഗ്രി പ്രോഗ്രാം, ഒരു BB ഏവിയേഷൻ, BB വിത്ത് ഏവിയേഷൻ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അത് ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയും ഈ പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇവരുടെ റെഗുലർ കോളേജുകളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ കോഴ്സുകൾ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, BBA ഏവിയേഷൻ അല്ലെങ്കിൽ BBA വിത്ത് ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ഈ BBA എന്ന് പറയുന്നത് ഒരു ഡിഗ്രി പ്രോഗ്രാമായിട്ടും പ്ലസ് ഒരു ഡിപ്ലോമയും കൂടി ആഡ് ചെയ്തിട്ട് 3 വർഷം കൊണ്ട് എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുന്ന ഈ BBA എന്ന് പറയുന്ന സംഗതി ഏതെങ്കിലും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി ആയിരിക്കും. അതായത് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഈ പറയുന്ന അണ്ണാമലൈ, ഭാരതിയാർ, അതുപോലുള്ള കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ആയിരിക്കും നമുക്ക് BBA പോലെ ഇതിന് തരുന്നത്. പ്ലസ് ഒരു ഡിപ്ലോമ പ്രോഗ്രാം അയാട്ടയുടെയും അതല്ലെങ്കിൽ അയാട്ട ഇതരമായ ഒരു സംഗതി വെച്ചിട്ടാണ് ഒരു ഡിപ്ലോമ പ്രോഗ്രാം തന്നെ. ഇങ്ങനെയാണ് ഇവിടെ BB ഏവിയേഷൻ, BBA വിത്ത് ഏവിയേഷൻ അല്ലെങ്കിൽ BCom ഏവിയേഷൻ, BCom വിത്ത് ഏവിയേഷൻ തരുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റിലാണ്. അതായത് ഈ പറയുന്ന ഡിഗ്രിയുടെ ഈ റെഗുലർ സർട്ടിഫിക്കറ്റും അതുപോലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചില സമയങ്ങളിൽ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പ്രോബ്ലം അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ അല്ല, ഇതിന് പുറമെ വേറെ ഒരുപാട് വീഡിയോകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം.
ഡിഗ്രിയുടെ കാര്യത്തിൽ. ഡിപ്ലോമ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കുഴപ്പമില്ല. കാരണം അതിൽ അത്ര ഇതാ വരുന്നുള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബട്ട് ഈ പറഞ്ഞ ഡിഗ്രിയിൽ ഈ ഒരു പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ കേരളത്തിൽ അടിപൊളിയായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, കേരളത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കോഴ്സ് ഫീയിൽ ഇത് പഠിക്കാൻ പറ്റും. ഡിഗ്രി ആയാലും ഡിപ്ലോമ ആയാലും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ തീരും. അതിൻ്റെ കറക്റ്റല്ല, ചിലപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരാം. പല ഇൻസ്റ്റിറ്റ്യൂട്ട് പല റേറ്റാണ്. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രോബ്ലം ഈ പറയുന്ന ഡിഗ്രിയുടെ വരുന്ന ഈ ഒരു റെഗുലർ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള റെഗുലർ കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി പഠിച്ച ഒരാളാണ്, നിങ്ങൾക്ക് ഏവിയേഷനായിട്ട് വരാനൊരു ഡിപ്ലോമ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആയിട്ടുള്ളതും ഇല്ലാത്ത എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കണം. ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ വലിയ കുറച്ചും കൂടി ഒപ്പീനിയനുകൾ നിങ്ങൾ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പല ആളുകൾക്കത് ഫ്യൂച്ചറിൽ പ്രോബ്ലങ്ങൾ പറ്റുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വലിയ ബോധേടല്ല. അത് കഴിയുമ്പോൾ ഇത് കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. പേഴ്സണലി നമുക്ക് അങ്ങനെ അറിയാവുന്ന കാര്യമാണ്. അടുത്തത് നമുക്ക് കേരളത്തിൻ്റെ വെളിയിൽ ഈ ഒരു കോഴ്സ് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൻ്റെ വെളിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും തമിഴ്നാട്, കർണാടകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. അതിൽ തന്നെ കർണാടകയിലെ ബാംഗ്ലൂരിലായിട്ടാണ് ഏവിയേഷൻ ഇതിന് വേണ്ടി പോകുന്നത്. അവിടെ ഒരു ഇത് പഠിച്ചാലുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവിടുത്തെ ഈ പറയുന്ന റെഗുലർ കോളേജിലാണ് നമ്മൾ ഈ പറയുന്ന BBA അല്ലെങ്കിൽ BBA വിത്ത് ഏവിയേഷൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് കിട്ടും. ഒരു റെഗുലർ സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് കിട്ടും. അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും വാല്യൂ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ഇനി വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഒക്കെ ആണെങ്കിൽ ഈ ഇന്ത്യ എയർലൈൻസിൻ്റെ ഒക്കെ ഹബ്ബുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഇൻ്റർവ്യൂ കോളുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പറ്റും. പിന്നെ ചെന്നൈയിലൊക്കെ ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഇതാവും. പിന്നെ നമ്മൾ കേരളത്തിൻ്റെ വെളിയിൽ പോയി പഠിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളുകൾക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെളിയിൽ പോയി നിന്ന് പഠിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വന്ന് അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഇനി ഇതിനകത്ത് ദോഷങ്ങളെന്ന് പറയുന്നത്, ഒന്ന് കോഴ്സ് ഫീ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇത്. ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ഇത്തരത്തിലൊരു കോഴ്സ് പഠിച്ച് തീരണമെങ്കിൽ ഒരു 3 മുതൽ 4 ലക്ഷം രൂപ എങ്ങനെയായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ 4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താലും നിങ്ങളിപ്പോൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ഡയറക്റ്റ് എയർലൈൻ്റെ സ്റ്റാഫായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന 3 മുതൽ 4 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അതല്ലാതെ വേറെ രീതിയിലും ജോബുകൾ കിട്ടുന്നുണ്ട്, ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് എയർലൈൻസിന് വേണ്ടി ഈ ഏജൻസിക്കൊക്കെ വർക്ക് ചെയ്യണ ഇത് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോസ് പറയാം. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വേറെ വീഡിയോസിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സക്സസ് ആവാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ പറയുന്ന എമൗണ്ട് മുടക്കുന്നത് വെറുതെ ആയിപ്പോവും. അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ ഒരു നോക്കുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ സോഫ്റ്റ് സ്കില്ല് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഡിഗ്രിയുടെ ഇതാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡിപ്ലോമ ചെയ്യാൻ വേണ്ടി ആരും ഈ പറയുന്ന വെളിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കോഴ്സ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഈ പറയുന്ന 6 മന്ത് 1 ഇയറിന് വേണ്ടി കേരളത്തിന് വെളിയിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ രീതിയിൽ ഇപ്പോൾ നിങ്ങളൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ് ചെയ്യണത്, നിങ്ങൾക്കൊരു റെഗുലർ ഡിഗ്രി ഉണ്ട്, അതിനുശേഷം ഒരു ഏവിയേഷൻ്റെ ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാനാണെങ്കിൽ കേരളമാണ് ഏറ്റവും ബെസ്റ്റ്. അത് കോഴ്സിൻ്റെ ഫീ ആയാലും ഇതിലെല്ലാം കേരളമാണ് ഏറ്റവും ബെറ്റർ വരുന്നത്. പിന്നെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ 100% ആയിട്ട് ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തരും. 100% പ്ലേസ് ചെയ്ത് തരുമല്ല, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തരും. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വേറൊരു വീഡിയോയിൽ പറയാം. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പറഞ്ഞുതരാം. അപ്പോൾ അത് തരും. അപ്പോൾ ഡിപ്ലോമ പ്രോഗ്രാം ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളം തന്നെയാണ്. ഡിഗ്രിക്ക് കേരളം അത്ര ബെറ്റർ വരുന്നില്ല, കുറച്ച് പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫ്യൂച്ചറിൽ മാറിയേക്കാം. ഇവിടുത്തെ റെഗുലർ കോളേജിലും ഈ കോഴ്സുകളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഈ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം നൽകി വരുന്നതായിരിക്കും. പിന്നെ ഈ കേരളത്തിന് വെളിയിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡിഗ്രി പ്രോഗ്രാം ചെയ്യാനുള്ള രീതിയിൽ പോകാൻ ശ്രമിക്കുക. അവിടെ കോഴ്സ് ഫീ ഭയങ്കര കൂടുതലാണ്. നമ്മൾ കേരളത്തെ വെച്ച് നോക്കും ഭയങ്കര കോഴ്സ് ഫീ കൂടുതലാണ്. പക്ഷേ മറിച്ച് നല്ലൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതേ ഉള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇത് പഠിക്കാൻ പോകുന്ന കുട്ടികളോട്, നിങ്ങൾ ഈ ഏവിയേഷൻ്റെ ഒരു പളവളപ്പും കാര്യങ്ങളും കണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ടീം, അതായത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റു മാർക്കറ്റിംഗ് ടീമുകൾ പറയുന്നത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ കോഴ്സുകൾ എടുക്കരുത്. ഈ കോഴ്സ് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ളൊരു സംഗതിയല്ല. ഇതിൽ സ്കില്ലുകൾ മാത്രമല്ല കുറച്ചുകൂടി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക.
വലിയ വലിയ എമൗണ്ടുകളാണ് നമ്മൾ കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ട് സ്പെൻഡ് ചെയ്തിട്ട് അത് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിയില്ലെങ്കിൽ ഈ പറയുന്ന എമൗണ്ടുകളൊക്കെ വേസ്റ്റായിട്ട് പോകും. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ പണിയില്ലാതെ നടക്കുന്നുണ്ട്. ഈ കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. നല്ല സാലറിയിൽ ഹൈയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇന്നുണ്ട്. ബേസിക്കിൽ തന്നെ നല്ല സാലറി കയറുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പേജസ് വഴി, നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് വഴി ചോദിക്കാവുന്നതാണ്. താങ്ക് യു.